ഇറാനുമായുള്ള യുദ്ധം അവസാനത്തോടടുക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. യുദ്ധം അവസാനിക്കാൻ തയ്യാറാണെന്നും അത് അവസാനിക്കുന്നതിന് വളരെ അടുത്തായിട്ടാണ് ഞാൻ കാണുന്നതെന്നും ആയിരുന്നു പ്രതികരണം. എന്നിരുന്നാലും അമേരിക്കയുടെ ജോലി ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നും ഇറാൻ പക്ഷം വളരെ മോശമായ രീതിയിൽ ഒരു കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ആ രാജ്യം പുനർനിർമ്മിക്കാൻ അവർക്ക് 20 വർഷമെടുക്കും. നമ്മൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാഴാഴ്ച മുതൽ പാകിസ്ഥാനിൽ US ഇറാൻ പ്രതിനിധികൾ തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ റൗണ്ട് സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് തിങ്കളാഴ്ച നേരത്തെ ഇറാനിയൻ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം അമേരിക്ക പ്രഖ്യാപിച്ചു. ടെഹ്റാന്റെ ആണവ പദ്ധതിയെയും സമ്പുഷ്ടീകരണ പദ്ധതികളെയും ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ചർച്ചകൾ സ്തംഭിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. തിങ്കളാഴ്ച വളരെയധികം പുരോഗതി ഉണ്ടായതായും സംഘർഷത്തിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഇറാനാണെന്നും JD വാൻസ് പറഞ്ഞെങ്കിലും ചർച്ചകൾ ഒരു വഴിത്തിരിവും സൃഷ്ടിച്ചില്ലെന്നാണ് റിപ്പോർട്ട്. ഇറാനുമായി വീണ്ടും ചർച്ചകൾ നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് താൽപ്പര്യമുണ്ടെങ്കിലും പാകിസ്ഥാനിൽ വെച്ച് വീണ്ടും ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അമേരിക്ക 2 പുതിയ നിബന്ധനകൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുക, ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇറാനിയൻ പ്രതിനിധി സംഘം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയും തീരുമാനങ്ങളെടുക്കാനുള്ള അധികാരവും ഉറപ്പാക്കുക എന്നിവയാണ് US മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങളെന്നാണ് വിവരം. ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക വിഭാഗവും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കരാറിലെത്തുന്നതിന് തടസ്സമാകുമെന്ന ആശങ്കയാണ് ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.